ഇത് ക്ലച്ചിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നതും സഡൻ ഒറ്റ ചവിട്ടാണ്. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടിയത് ഗിയർ ഇടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു വാഹനത്തിനെ ബ്രേക്ക് നിർത്താൻ വേണ്ടിയാണ്. ഈ രണ്ട് അവസരങ്ങളിൽ ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടുന്നത്. ഇവിടെ നമ്മൾ വണ്ടിയെ ക്ലച്ച് ചവിട്ടിയത് ഗിയർ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ വണ്ടി നിൽക്കുന്ന പൊസിഷനാണ് സങ്കല്പിച്ചോണം. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് കാറ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടു. അപ്പോൾ ക്ലച്ച് ചവിട്ടിയപ്പോൾ എൻജിൻ സെപ്പറേറ്റായി വണ്ടി മുമ്പിലോട്ട് പോകില്ല. അപ്പോൾ വണ്ടി മുമ്പിലോട്ട് പോകണമെങ്കിൽ സാവധാനം നമ്മൾ ഏതെന്ന് കാലെടുക്കണം? ക്ലച്ചിൽ നിന്ന്. അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്തെത്തുമ്പോൾ വണ്ടിയിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടും, അല്ലെങ്കിൽ വണ്ടി ഒരു മൂവിങ് ടെൻഡൻസി കാണിക്കും. അവിടെ എത്തുമ്പോൾ നമ്മൾ ക്ലച്ചിനെ ഹോൾഡ് ചെയ്യണം. അവിടെ നിന്ന് ഒരു പോയിൻ്റ് വരുമ്പോൾ വണ്ടി മുൻപിലോട്ട് എന്ത് ചെയ്ത് തുടങ്ങും? മൂവ് ചെയ്ത് തുടങ്ങും. വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് ക്ലച്ചിനെ എന്ത് ചെയ്യണം? ചവിട്ടണം. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ റോഡിൽ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ക്ലച്ച് പയ്യെ റിലീസ് ചെയ്തു, ഹാഫ് ക്ലച്ച് എത്തി, വണ്ടി പയ്യെ മൂവ് ചെയ്തു, നമ്മൾ ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടി. ഇത് വളരെ ശ്രദ്ധിക്കണം. പല കുട്ടികളും ആ മൂവ് ചെയ്യുന്ന ഭാഗത്ത് ക്ലച്ചിനെ നിർത്താറില്ല. അങ്ങനെ വണ്ടിയുടെ വേഗത പെട്ടെന്ന് കൂടും. അപ്പോൾ ഇരിക്കുന്ന ആളുകളുടെ തല പുറകിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി സാവധാനമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സിസ്റ്റം ഞാൻ പറയും. ഇപ്പം നമ്മൾ വണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന പോലെ സാവധാനം ക്ലച്ചിൽ നിന്ന് കാണിക്കണം. ഓക്കെ, പയ്യെ ഒരു സ്റ്റെപ്പ് ഉയരിട്ട് മതി. അത് ഒരുപാട് കൂടിപ്പോയി. സാവധാനത്തിൽ ഉയരിട്ട് ഒന്നുകൂടെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, കുറച്ചുകൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഔപ്പൂറ്റി പയ്യെ പുറകിലോട്ട് സ്ലൈഡ് ചെയ്യൂ. ഒന്നുകൂടെ മതി. ഇതാണ് ഹാഫ് ക്ലച്ച് എങ്കിൽ ഇവിടെ നിൽക്കണം ക്ലച്ച്. ഞാൻ പറയുകയാണ് സ്പീഡ് കൂടുന്നു, എന്തു ചെയ്യും? മതി, ഒരു പോയിൻ്റ് ചവിട്ടണം. അല്പം കൂടെ ചവിട്ടു, മതി. സ്പീഡ് കുറയുന്നു, പയ്യെ, മതി. വെരി ഗുഡ്. അത്രയും വേണ്ട, ഒരു ശകലം. സ്പീഡ് കൂടുന്നു, കറക്റ്റ്. സ്പീഡ് കുറയുന്നു, മതി. അത്രയില്ല. എടുക്കുന്നത് കുറച്ചുകൂടെ അത് ഡിസ്റ്റൻസ് കൂടി പോകുന്നു. വളരെ 1 മില്ലിമീറ്റർ മാത്രം കേട്ടോ. വളരെ സാവധാനത്തിലേ ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്യാവൂ. ക്ലച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് കൂടുന്നു, ക്ലച്ച് അല്പം ചവിട്ടണം, അല്പം കൂടെ ചവിട്ടു, കറക്റ്റ്. സ്പീഡ് കുറയുന്നു, അല്പം ഉയർത്തണം, മതി. സ്പീഡ് കൂടുന്നു, അല്പം ചവിട്ടണം, അല്പം കൂടെ ചവിട്ടു, അല്പം കൂടെ ചവിട്ടു, കറക്റ്റ്. സ്പീഡ് കുറയുന്നു, അല്പം ഉയർത്തണം. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യണം. സ്റ്റോപ്പ്, ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. എന്നിട്ട് കാലെടുക്കരുത്. ഇപ്പോൾ ക്ലച്ചിലിപ്പോൾ കാല് താഴ്ന്നു പോയി, അല്പം കൂടെ കാല് ഉയർത്തി ചവിട്ടണം, കറക്റ്റ്. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇങ്ങനെ വെച്ചോണം. അപ്പോൾ നമ്മൾ വണ്ടിയെ നിർത്തി, വീണ്ടും നമ്മൾ വണ്ടിയെ മുമ്പിലോട്ട് എടുക്കുകയാണ്. കാല് ആദ്യം ആക്സിലേറ്ററിൽ വയ്ക്കണം. ആക്സിലേറ്റർ വെച്ചിട്ട് സാവധാനം ക്ലച്ച് റിലീസ് ആവണം. റിലീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി മൂവിങ് ടെൻഡൻസി കാണിക്കും. വണ്ടി മൂവ് ചെയ്യുന്ന ഭാഗത്ത് ക്ലച്ചിനെ നിർത്തണം. മൂവ് ചെയ്യുമ്പം തന്നെ ക്ലച്ചിനെ ശകലം എന്ത് ചെയ്യണം? ചവിട്ടണം. അല്പം ചവിട്ടും, കറക്റ്റ്. എന്നിട്ട് വീണ്ടും അല്പം എടുക്കണം. എന്നിട്ട് കൺട്രോൾ ചെയ്തു. വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ച് അല്പം ചവിട്ടിക്കണം. എന്നിട്ട് വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൽ നിർത്തി വേണം പോകേണ്ടത്. ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിലായിരുന്നുവെങ്കിൽ, ഗിയറിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, നമുക്ക് വണ്ടിയുടെ വേഗത കൂട്ടണമെങ്കിൽ ഈ പകുതിയിൽ നിന്ന് ഒരു പോയിൻ്റ് കൂടെ ക്ലച്ച് ഉയരട്ട്. ആ ഉയരുന്നതനുസരിച്ച് നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം? ആക്സിലേറ്റർ കൊടുക്കൂ. അപ്പോൾ അവിടെ ക്ലച്ച് ഉയരുന്നതനുസരിച്ച് ഏത് കൊടുക്കണം? ആക്സിലേറ്റർ കൊടുത്തോ. അതുപോലെ ക്ലച്ച് ഉയരട്ട് മതി. ഇത്രയേ ക്ലച്ച് ഉയരാൻ പാടുള്ളൂ. അല്ല പൂർണ്ണമായും ക്ലച്ച് ഉയർത്തി കാല് താഴെ വയ്ക്കരുത്. ഓക്കെ. അടുത്ത ഗിയർ എന്ന് പറയുമ്പോൾ സഡനായി ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കണം. 1 സെക്കൻഡും ആദ്യം ക്ലച്ച് ചവിട്ടണം, ആക്സിലേറ്റർ കുറയ്ക്കണം. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും, വെരി ഗുഡ്, കറക്റ്റ്. ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. അപ്പോൾ ഗിയർ ഇടാൻ വേണ്ടിയാണ്. ഗിയർ ഇട്ടു, ക്ലച്ച് പകുതി വരെ ഉയരിട്ട് മതി. അപ്പോൾ ഹാഫ് ക്ലച്ചായേ. ആ ഹാഫ് ക്ലച്ചിൽ നിർത്തിയിട്ട് അടുത്ത ഹാഫ് ക്ലച്ച് ഉയരുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കൂ. ക്ലച്ച് ഉയരട്ട്. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. മൂന്നാമത്തെ ഗിയറാണ് തേർഡ് ഗിയർ ആകുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്തു, ഹോൾഡ് ചെയ്തു. അടുത്ത ഉയരുന്നതനുസരിച്ച് അത് കൊടുക്കണം. ആക്സിലേറ്റർ കൊടുത്തു, സ്പീഡ് വരുത്തു. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. നാലാമത്തെ ഗിയറായി. ഗിയർ ഇട്ടു, ക്ലച്ച് പകുതി വരെ ഉയരട്ട്. പെട്ടെന്ന് പകുതി ഉയർത്തി ഒന്ന് ഹോൾഡ് ചെയ്യണം. അടുത്ത ക്ലച്ച് ഉയരണം, ഏത് കൊടുക്കണം? ആക്സിലേറ്റർ. അപ്പോൾ ഫോർത്ത് ഗിയർ ആകുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി താഴെ വയ്ക്കും. തറയിൽ വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട്. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുകയാണ്. ഞാൻ പറയും സ്പീഡ് കൂടുകയാണ്. അല്പം എന്ത് കുറയ്ക്കണം? ആക്സിലേറ്റർ കുറച്ചു. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സ്ലോ. കാലെവിടെ പോകണം? ബ്രേക്ക്. പെട്ടെന്ന് ബ്രേക്ക് സ്ലോ ചെയ്യൂ. സ്ലോ ആയി. ഞാൻ പറഞ്ഞു മതി, ബ്രേക്ക് വിടാൻ പറഞ്ഞ ഓട്ടം കാലെവിടെ വരണം? പെട്ടെന്ന് വരണം. എന്നിട്ട് വീണ്ടും എന്ത് കണ്ടിന്യൂ ചെയ്യണം? അപ്പോൾ കാല് വന്നാൽ പോരാ, സ്പീഡ് കണ്ടിന്യൂ ചെയ്യണം. പോട്ട് വീണ്ടും ഞാൻ സ്ലോ എന്ന് പറഞ്ഞു, ഏത് കുറച്ചു? രണ്ടാമത്തെ സ്ലോ. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യൂ, ചവിട്ടു. മതി, ബ്രേക്ക് വിടാൻ പറഞ്ഞാൽ അപ്പോൾ കാലെവിടെ വേണം? ആക്സിലേറ്റർ. ഞാൻ പറയുന്നത് സ്റ്റോപ്പ്. അപ്പോൾ ആദ്യം കാല് ബ്രേക്കിൽ വരണം, പിന്നെ ക്ലച്ച് ചവിട്ടണം. അപ്പോൾ
അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പം എങ്ങനെയായിപ്പോയി? സഡൻ ബ്രേക്ക് ആയിപ്പോയി. അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തി. അപ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, വണ്ടിയെ കൊണ്ടുപോവുകയാണ്. കാല് ആക്സിഡൻറ്റിൽ വയ്ക്കും, ക്ലച്ചിനെ പകുതി വരെ ഉയരിട്ട് ക്ലച്ച് പകുതി എത്തി. ഇപ്പം പകുതി എത്തി. വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ച് ഒന്ന് ചവിട്ടണം. അല്പം ഒന്ന് ചവിട്ടിയിട്ട് വീണ്ടും ക്ലച്ച് ഉയർന്നുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് ആക്സിഡൻറ്റ് കൊടുത്ത് സ്പീഡ് വരുത്തു. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിഡൻറ്റ് കുറയ്ക്കും. ന്യൂട്രലാക്കി സെക്കൻഡ് ഗിയർ ഇട്ടു, ക്ലച്ചിനെ പകുതി വരെ ഉയർത്തു. ആക്സിഡൻറ്റ് കൊടുത്ത് സ്പീഡ് വരുത്തു. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിഡൻറ്റ് കുറയ്ക്കും. മൂന്നാമത്തെ ഗിയർ ക്ലച്ച് പകുതി വരെ ഉയരിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ബാക്കിയോടെ എടുക്കും. ആക്സിഡൻറ്റ് കൊടുത്ത് സ്പീഡ് വരുത്തു. ആക്സിഡൻറ്റ് കൊടുത്ത് സ്പീഡ് വരുത്തു. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിഡൻറ്റ് കുറയ്ക്കും. നാലാമത്തെ ഗിയർ ഇട്ടു, പകുതിയിൽ നിർത്തിയെടുക്കും. പകുതി കഴിഞ്ഞ് എടുക്കുമ്പോൾ ഏത് കൊടുക്കണം? ആക്സിലേറ്റർ. സ്പീഡ് വരട്ട്, ക്ലച്ച് ഒന്ന് കാല് മാറ്റി താഴെ വയ്ക്കും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇനി നമ്മളിതിൽ പഠിക്കുന്നത് ഗിയറൂടെ മാത്രമാണ്. അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിൽ എത്തുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ക്ലച്ച് എടുക്കുമ്പോഴും ക്ലച്ചിൻ്റെ പകുതിയിൽ നിർത്തിയെടുക്കുക. അടുത്ത പകുതി വരുന്നതനുസരിച്ച് ഏത് കൊടുക്കണം? ആക്സിലേറ്റർ. അപ്പോൾ ഇത് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എത്ര നന്നായി ചെയ്യുന്നോ അതേ പെർഫോമൻസ് നമുക്ക് കാറിനകത്ത് വരും എന്നുള്ള കേസ് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കാറിൽ ചെയ്യുമ്പോൾ നമുക്ക് പെർഫോമൻസ് വരുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ.